നമുക്കൊരാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മുടെ സാനിയോ പെട്ടെന്ന് പോയില്ലെങ്കിൽ ആള് പോകും. നമുക്ക് പോവേണ്ടത് മാത്തൂർ ഈസ്റ്റർ LP സ്കൂളിലേക്കാണ്. സാനിയോ മനോമി ഓടിച്ചിട്ട് പിടിച്ചോ സ്ഥാനാർത്ഥിയെ? ആള് പോയി സുജയ, ഞാൻ ഓടിച്ചിട്ട് പിടിച്ചതാണ്. എത്ര തവണയാണ് ഓടുന്നത്? അതായത് നല്ല വലിയ ക്യൂ ആണ്. അതൊന്നും അവരെ ബാധിക്കുന്നില്ല. ആരുടെയെങ്കിലും മനസ്സിൽ ഏതെങ്കിലും നിരാശയാണ്. അവർ സങ്കടം പറയുന്നുണ്ട്. എന്ത് ഇത് 2 ബൂത്ത് ആക്കിയിരുന്നു എങ്കിൽ 1400-ലേറെ പേരുണ്ട്, സുഖമായിട്ട് തീരാമായിരുന്നു. അല്ല, നമ്മളെന്താന്ന് വെച്ചാൽ ഇത് കണക്കൊന്ന് പഠിക്കാനുള്ള സമയം എനിക്കില്ല. മുമ്പ് ഒരു 3 തവണ MLA ആയിരുന്നവർക്കൊക്കെ കണക്കറിയായിരുന്നല്ലോ, ആവശ്യപ്പെടായിരുന്നല്ലോ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയല്ലാതെ നേരാവണ്ണം എന്തെങ്കിലും ചെയ്തിട്ടില്ല. ആ അനുഭവം ജനങ്ങൾക്കില്ല. കാണിച്ചു കൊടുക്കും ജനങ്ങൾക്ക്. 1.5 വർഷം കൊണ്ട് എങ്ങനെയാണ് ജനങ്ങളുടെ ഒപ്പം നിന്ന് കാര്യങ്ങൾ ചെയ്യാം. കാത്തിരിക്കുകയാണ്. എന്തെങ്കിലും ശുഭപ്രതീക്ഷയാണോ അത്? ഒരു തർക്കവും ഇല്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, UDFന്റെ ഔട്ട് ബൂത്തുകൾ പോയി പരിശോധിക്കുക. മാത്തൂരിലെയും കണ്ണാടിയിലെയും പിരായിരിയിലെയും മുനിസിപ്പാലിറ്റിയിലെയും UDFന്റെ ഔട്ട് ബൂത്തുകൾ 4 മണിക്ക് ശേഷം ഇരിക്കാൻ ആളില്ല. വലിയ പ്രതീക്ഷയിലാണ്. ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും. അത് കണക്കാണ്. 20,000 കണക്ക് 6 മണിക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ പറഞ്ഞ കണക്കിനും അപ്പുറമുണ്ട് വോട്ടുകൾ. സാനിയോ ഗംഭീര കോൺഫിഡൻസിലാണ്. സ്ഥാനാർത്ഥി ഗംഭീര കോൺഫിഡൻസിലാണ്. ഇതൊരു തരംഗമാണ്, സ്വന്തം തരംഗമാണെന്നാണ് സരിൻ ഇപ്പോൾ പറഞ്ഞു വെച്ചത്. കയ്യിൽ കണക്കുമായിട്ട് നടക്കുന്നത് ഞാൻ മറ്റ് 2 സ്ഥാനാർത്ഥികളെയും കണ്ടില്ല കേട്ടോ സാനിയോ. അക്കാര്യത്തിൽ സാനിയോയുടെ സ്ഥാനാർത്ഥിയാണ് കണക്കുമായിട്ട് നടക്കുന്നത്. അത് എന്ത് കണക്കാണെന്ന് ചോദിച്ചപ്പോൾ വോട്ടിന്റെ കണക്കാണെന്നാണ് സ്ഥാനാർത്ഥി പറഞ്ഞത്. പക്ഷെ ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ വലിയ ക്യൂ ആണ്. അതായത് 143-ാം ബൂത്ത്. അതെ സാനിയോ, 143 അല്ലേ? 143 വലിയ തിരക്കാണ്. തിരക്കാണ്. ഇത്ര സമയം നിൽക്കാൻ തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഞങ്ങൾ വന്നിട്ട് 2 മണിക്കൂറായി. 2 മണിക്കൂർ ക്യൂവിൽ നിൽക്കുവാണ്. അതെ, തീരെ പോളിംഗ് നീങ്ങുന്നില്ല. എന്തുകൊണ്ടാന്ന് അന്വേഷിച്ചോ? ആരോട് അന്വേഷിക്കാൻ? എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? ബാക്കി എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? എന്താ അറിയോ? ബാക്കിയുള്ളവർക്ക് അറിയില്ലല്ലോ. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നതല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ. സംഭവിക്കുന്നത് പറഞ്ഞാൽ മറ്റേ വയ്യാത്തവർ പോയിട്ട് പെട്ടെന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയും കൂടിയിട്ട് ബ്രേക്ക് ഈ ലൈനിലുണ്ട്. സമയം നിൽക്കാൻ തുടങ്ങി. ഞങ്ങളിപ്പോ ഏകദേശം 1 മണിക്കൂറിൽ കൂടുതലായി. അപ്പോ സാനിയോ മനോമി സമയമായോ നിൽക്കുന്നത്? സാനിയോ മനോമി അടുക്കുന്നില്ലേ? 1 മണിക്കൂർ 1.5 മണിക്കൂറായുള്ളൂ. സുജയ കേൾക്കുന്നുണ്ട്. സാനിയോ മനോമി അവിടെ 143 പറഞ്ഞിരിക്കുകയാണ്. 123 പറഞ്ഞ് മറ്റൊരാൾ നിൽക്കുന്നുണ്ട്.